ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ഒരു എഴുത്തുപെട്ടിയും കുറച്ചു ദുഃഖങ്ങളും. ഹാ, എന്തൊരു ഭാഗ്യം! ജോണും ലില്ലിയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അമ്മാവൻ്റെ തോട്ടത്തിൽ വിരുന്നു താമസിക്കാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. അമ്മച്ചി സമ്മതം മൂളിയിരിക്കുന്നു. ഒരു മാസം ആ തോട്ടത്തിൽ കളിച്ച് ചിരിച്ച് കുസൃതികൾ ഒപ്പിച്ച് നടക്കാം. ഇതറിഞ്ഞതിൽ പിന്നെ അവർക്ക് ഊണില്ല, ഉറക്കമില്ല. തിരക്കോട് തിരക്ക്. പെട്ടിയെടുക്കണം, ഉടുപ്പുകൾ അലക്കി തേക്കണം, ഒരുക്കം. അവസാനം അതാ വീട്ടുമുറ്റത്ത് അമ്മാവനെ കണ്ടപാടെ കുട്ടികൾ ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു. കാറിൽ ബാഗുകളും മറ്റ് സ്യൂട്ട് കേസുകളുടെയും ഒരു പ്രളയം. ഒരു മാസം താമസിക്കേണ്ടതല്ലേ? സാധനമേറെ വേണ്ടേ? ഇനി അമ്മച്ചിയോട് യാത്ര പറയണം. യാത്ര അമ്മച്ചിയെ ഒറ്റയ്ക്കിട്ടിട്ടോ? പാവം അമ്മച്ചി. അതൊരു വിഷാദമായി. കണ്ണിൽ ജലകണങ്ങളായി അവരിൽ നിറഞ്ഞു. അമ്മച്ചിയെ വിട്ടുപോവാനോ? മനസ്സിൽ ദുഃഖം തികട്ടി വന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. കത്തെഴുതാൻ മറക്കല്ലേ മക്കളെ? അമ്മച്ചി കരച്ചിൽ കടിച്ചമർത്തി. ഓ, തീർച്ചയായും മറക്കില്ല, ഒരിക്കലും. ജോണിൻ്റെ വാഗ്ദാനം. ഞങ്ങൾ എല്ലാ ദിവസവും എഴുതും. ലില്ലി. അവസാനം ഒരു കൂട്ടക്കരച്ചിൽ. അമ്മാവൻ വിളിച്ച് തഴുകി ആശ്വസിപ്പിച്ച് അവർ കാറിൽ കയറി. 2 ദിവസം കഴിഞ്ഞ് കാത്തിരുന്ന കണ്ണിൽ ഒരു പോസ്റ്റ് കാർഡ്. ഞങ്ങൾ സുഖമായി എത്തി. യാത്ര രസകരമായിരുന്നു. കഴിഞ്ഞു. നാളെ നീണ്ട കത്ത് വരും. അമ്മ ഓർത്തു. വരാത്ത കത്തിനു വേണ്ടി അമ്മ നിത്യവും എഴുത്തുപെട്ടിയിൽ നോക്കും. ഇല്ല, മക്കളുടെ ഒരു വരി പോലുമില്ല. എന്തു പറ്റി അവർക്ക്? വല്ല അപകടവും അല്ലെങ്കിൽ വല്ല അസുഖമെങ്ങാനും? ആ അമ്മച്ചിക്ക് ഓർക്കാൻ പോലുമായില്ല. അവർ തേങ്ങിക്കരഞ്ഞു. പക്ഷേ മക്കൾ, അവർ അമ്മയ്ക്ക് കത്തെഴുതാൻ മറന്നുപോയതായിരുന്നു. തോട്ടത്തിലെ സാഹചര്യം കുഞ്ഞുങ്ങളെ ആഹ്ലാദിപ്പിച്ചു. എത്രയെത്ര കൂട്ടുകാർ, എന്തൊക്കെ കളികൾ, എത്രയെത്ര സ്ഥലങ്ങളുണ്ട് പോയി കാണാൻ. ഇതിനിടയിൽ അമ്മച്ചിക്ക് എഴുതാൻ സമയം വേണ്ട എന്ന് വെച്ചിട്ടാണോ? സമയം കിട്ടുന്നില്ല, അത്ര തന്നെ. പിന്നെ അമ്മച്ചിയെ എപ്പോഴും എങ്ങനെ ഓർക്കാനാണ്? അമ്മച്ചിക്ക് വിഷമമുണ്ടാവില്ല, ജോൺ പറഞ്ഞു. നമുക്ക് സുഖമാണെന്ന് അമ്മച്ചിക്കറിയാം. പിന്നെന്താ ചേട്ടാ? എന്തായാലും സമയം എവിടെ? ചേട്ടൻ വേഗം ചായ സൽക്കാരത്തിനൊരുങ്ങ്. എന്തു രസമായിരിക്കും. അമ്മച്ചിയുടെ കത്ത് കിട്ടുമ്പോഴൊക്കെ അവർ പറയും, നാളെ തീർച്ചയായും അമ്മച്ചിക്ക് എഴുതണം. ആ നാളെ ഒരിക്കലും വന്നില്ല. എങ്ങനെ വരാൻ? തിരക്കല്ലേ, തിരക്ക്. അങ്ങനെ ഒരു മാസം കടന്നുപോയി. വീട്ടിലോ അമ്മച്ചി ദിവസം 2 പ്രാവശ്യം എഴുത്തുപെട്ടി തപ്പും. ഇല്ല, ഒറ്റ കത്ത് പോലുമില്ല. തൻ്റെ പുന്നാര മക്കളുടെ ആവലാതി വേവലാതിയായി. അവർ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നു. എൻ്റെ പൊന്നുമക്കൾ. ദുഃഖം ആ അമ്മയെ വിഴുങ്ങി. അവർക്ക് അസുഖമായി. ഡോക്ടർക്ക് കാര്യം പിടുത്തം കിട്ടി. അയാൾ ജോണിനും ലില്ലിക്കും എഴുതി, നിങ്ങളുടെ കത്ത് കാണാഞ്ഞ് വിഷമിച്ച് അമ്മച്ചിക്ക് അസുഖം പിടിച്ചിരിക്കുന്നു. ജോണിനും ലില്ലിക്കും സഹിക്കാനായില്ല. അമ്മച്ചിക്ക് അസുഖം, അതും തങ്ങൾ കാരണം. അവർ കരഞ്ഞു. ഉടനെ എഴുതി നീണ്ട വിശദമായ സ്നേഹം നിറഞ്ഞ കത്ത്. അമ്മച്ചി, ഞങ്ങൾക്ക് അമ്മച്ചി എന്ത് ഇഷ്ടമാണെന്നോ. അമ്മച്ചി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ കൊതിയാകുന്നു. അമ്മച്ചി ഒരു ദിവസം എഴുത്തുപെട്ടി തുറന്നു. ഇതാ മക്കളുടെ കത്ത്. അമ്മച്ചിയുടെ അസുഖം മാറി. പെട്ടെന്ന് അവർ ഡോക്ടറെ വിവരമറിയിച്ചു. അവർ നേരത്തെ ഒരു കത്ത് എഴുതിയിരുന്നെങ്കിൽ എത്ര വേദന മാറ്റാമായിരുന്നു, എത്ര സന്തോഷം പകരാമായിരുന്നു. ആരെങ്കിലും നിങ്ങളുടെ കത്ത് കാത്തിരിക്കുന്നുണ്ടോ? ഇന്ന് തന്നെ എഴുതൂ, ഉടനെ. നമുക്കൊന്നും പരിചിതമല്ലാത്ത കത്തുകളുടെ ഒരു ലോകത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥയിൽ കേട്ടത്. ഇന്നത്തെ ലോകത്ത് കത്തുകൾ നമുക്ക് തികച്ചും അപരിചിതമായ കാര്യമായിരിക്കാം. പക്ഷെ നമ്മുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, നമ്മുടെ ഒരു വിളിക്കായി കാത്തിരിക്കുന്ന, നമ്മുടെ വിശേഷം കേൾക്കാൻ കാത്തിരിക്കുന്ന, ഒറ്റയ്ക്കായിപ്പോയ കുറേയേറെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ചേർത്ത് പിടിക്കാം അവരെ കൂടി നമുക്കരികിലേക്ക്. ആശ്വസിപ്പിക്കാം, തണലേകാം. അല്പനേരം അവർക്കായി നമുക്ക് ചിലവഴിക്കാം.